വടക്കാഞ്ചേരി സംഭവമാണ്. അവിടെ കുതിരക്കച്ചവടം നടന്നോ എന്നുള്ളതാണ് വിഷയം. പല ന്യായീകരണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ആളുകൾ പ്രതികരിച്ചിരുന്നു. പ്രതിഷേധം നടക്കുന്നു കോൺഗ്രസിൻ്റെ. ആ സാഹചര്യമാണ് അവിടെയുള്ളത്. പ്രൊഫസർ, എന്താണ് വടക്കാഞ്ചേരിയിൽ ശരിക്കും സംഭവിച്ചതെന്ന് മനസ്സിലായി? അല്ല, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണല്ലോ വിഷയം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFിൻ്റെ നഫീസ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ 7-7 ആയിരുന്നു. രണ്ട് കൂട്ടർക്കും, UDFനും LDFനും 7 വീതം അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ ശരിക്കും വോട്ടിംഗ് നടന്നിരുന്നെങ്കിൽ ഒരു നറുക്കെടുപ്പിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ആർക്ക് വേണമെങ്കിലും കിട്ടുമായിരുന്നു. ഇത് നറുക്കെടുപ്പിലൂടെയല്ല, അവർ ഒരു വോട്ടിന് വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഈ വോട്ട് പോയത് അവിടുത്തെ ഒരു ലീഗ് സ്വതന്ത്ര അംഗത്തിൻ്റെയാണ്, ജാഫർ. ഈ ജാഫർ ആ സമയത്ത് തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ വോട്ട് ജാഫറിൻ്റെ ആണെന്ന് മനസ്സിലാവുകയും ജാഫർ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് അന്വേഷണത്തിലേക്ക് പോവുകയും കോൺഗ്രസ് ലീഗ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയും അയാൾ രാജിവെക്കുകയും ചെയ്തതാണ്. ബ്ലോക്ക് അംഗത്വം രാജിവെക്കുകയും ചെയ്തതാണ്. ഇത്രയും നടന്നു കഴിഞ്ഞ ഒരു സംഭവമാണ്. പക്ഷേ ഇന്നിപ്പോൾ പുറത്തു വരുന്ന കാര്യമെന്ന് പറയുന്നത്, ഈ ജാഫർ ഈ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസം അവിടുത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമായി, വരവൂർ മണ്ഡലം പ്രസിഡന്റുമായി സംസാരിച്ചതിൻ്റെ ഒരു ഫോൺ രേഖയാണ് പുറത്തു വരുന്നത്. ഈ ഫോൺ രേഖയിൽ പറയുന്നത് എന്താണ്? ജാഫർ പറയുന്നത് എന്താണ്? ഞാൻ അങ്ങനെ ഒരു മണ്ടനല്ല, എനിക്ക് എൻ്റെ ജീവിതം സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ നാളെ പ്രവർത്തിക്കാൻ പോകുന്നത്. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ. ഇതിൽ ഞാൻ 50 ലക്ഷം രൂപ ഞാൻ സ്വീകരിച്ച് ഞാൻ എൻ്റെ ലൈഫ് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ 50 ലക്ഷം രൂപ ആര് ഓഫർ ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ്? അത് LDF ആവണമല്ലോ. കാരണം LDF ആണ് വിജയിച്ചത്. പക്ഷേ LDF അങ്ങനെ ആ തുക ഓഫർ ചെയ്തു എന്നതിന് നമുക്ക് യാതൊരു തെളിവുമില്ല. ഇദ്ദേഹം ഈ പറയുന്നതല്ലാതെ, ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ മണ്ഡലം പ്രസിഡന്റിനോട് പറഞ്ഞതല്ലാതെ മറ്റൊരു തെളിവും ഒന്നും തന്നെ അതിനില്ല. പക്ഷേ ഇന്നിപ്പോൾ ഈ ജാഫർ പുറത്തു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതൊക്കെ ഒരു തമാശയ്ക്ക് പറഞ്ഞത്, ഒരു രസത്തിന് പറഞ്ഞ കാര്യമാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഞാൻ വോട്ട് ചെയ്ത സമയത്ത് എനിക്ക് പിഴച്ചു പോയതാണ്. ആകെ 2 പേർക്ക് വോട്ട് ചെയ്യാനുള്ളതാണെന്ന് ആലോചിക്കണം. 2 സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അതിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് നഫീസ, രണ്ടാമത്തേത് PI ഷാനവാസ് എന്ന് പറയുന്ന UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇതിൽ വോട്ട് ചെയ്യുന്നതിൽ പിഴച്ചുപോയി, എനിക്കെന്തോ മാനസികമായിട്ട് ഞാൻ സമയത്ത് എന്തോ തെറ്റുപറ്റിപ്പോയി എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഒരു തീരെ ഇക്കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള അറിവും പരിചയമൊന്നും ഇല്ലാത്ത ആളാവണം. പക്ഷേ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു അൺഎയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ബോധപൂർവം തന്നെ ആ വോട്ട് ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ 50 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൈമാറിയതിൻ്റെയോ അല്ലെങ്കിൽ ഓഫർ ചെയ്തതിൻ്റെയോ അടിസ്ഥാനത്തിലാണോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഉത്തരമില്ല. അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണത്തിലൂടെ ആയിരിക്കും അത് പുറത്തു വരിക. പക്ഷേ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇത് അവിടെ ഒരു പിഴവ് കൊണ്ട് സംഭവിച്ചതല്ല, ബോധപൂർവം തന്നെ സംഭവിച്ചതാണ്. എന്തോ തരത്തിലുള്ള പ്രലോഭനം അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്ത് തരത്തിലാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഒരുപക്ഷെ ഈ പറയുന്ന തരത്തിൽ അന്വേഷണത്തിലൂടെ വെളിവാകേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ ആ പ്രലോഭനത്തിന് ഒരു സാഹചര്യം ഒരുങ്ങിയത് എങ്ങനെയാണ്? നമ്മുടെ തദ്ദേശ ഭരണ സംവിധാനങ്ങളിൽ ഇപ്പോഴും ഈ തരത്തിലുള്ള അഴിമതികൾക്ക് വകയുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നുകിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, ഇല്ലെങ്കിൽ 50 ലക്ഷം. അതിൻ്റെ അർത്ഥം ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്താലും അദ്ദേഹത്തിന് 50 ലക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ അത്ര തന്നെ അഴിമതി ഒരുപക്ഷെ നടത്താനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ഈ പറയുന്നത്. 2 ഓപ്ഷനും. അല്ലെങ്കിൽ പിന്നെ തീരെ കാശില്ലാത്ത അത് എടുക്കാൻ ഒരാളും താല്പര്യപ്പെടില്ലല്ലോ. സ്ഥാനം കൊണ്ട് വലിയൊരു സ്ഥാനം ലഭിക്കുന്നു, അതുവഴി സമ്പാദിക്കാം എന്നാണ് ഈ പറയുന്നത്. ഒന്നുകിൽ അങ്ങനെ സമ്പാദിക്കാം, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ നേരിട്ട് തരാം. ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ LDFിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം എന്താ പറയുക,
നമ്മൾ കേട്ടിരുന്ന നേരത്തെയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലുള്ള LDF അല്ലാതായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് MP ഗോവിന്ദൻ തന്നെ അതിനോട് പ്രതികരിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടിയോ ഞങ്ങൾ അങ്ങനെ ഒരു മുന്നണിയോ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇനി അക്കാര്യത്തിലുള്ളത് തെളിവുകൾ സഹിതം പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പക്ഷേ വേറൊരു വശത്ത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ UDF സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് ആലോചിക്കണമല്ലോ നമ്മൾ. ഇപ്പോൾ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന് ഒരാൾ ഇത്ര വളരെ ടൈറ്റായിട്ടുള്ള ഉറപ്പായിട്ടും പിന്നെ നറുക്കെടുപ്പിലേക്ക് പോകുമെന്ന് കാണുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ആരാണ് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ആർക്കാണ് സംഘടനാപരമായി അതിൻ്റെ ഉത്തരവാദിത്വം? ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നോക്കുകയാണെങ്കിൽ മറ്റത്തൂരും തൃശ്ശൂർ ജില്ലയിലാണല്ലോ നമ്മൾ ഈ കണ്ട സംഭവങ്ങൾ മുഴുവൻ. അതുപോലെ തന്നെ അവിടെ ചൊവ്വന്നൂർ അല്ലേ, മറ്റൊരു ഗ്രാമപഞ്ചായത്ത്, അവിടെയും കോൺഗ്രസ് SDPIയുടെ പിന്തുണ വാങ്ങി എന്ന പേരിൽ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു സംഭവം. അതുപോലെ തന്നെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഇങ്ങനെയൊരു സംഗതി ഉണ്ടായിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും സംവിധാനം എന്താണ് യഥാർത്ഥത്തിൽ എന്നത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായി ഇതിനെ കാണേണ്ടി വരും. അവിടെ ഈ പ്രാദേശിക തലത്തിൽ ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്തു കൂട്ടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം DCC തലത്തിലുള്ള ഒരു ഇടപെടൽ അല്ലെങ്കിൽ അതിൻ്റെ മേൽനോട്ടം, നിയന്ത്രണം, ഇനി DCC ജനറൽ സെക്രട്ടറിമാർ അവർക്ക് ഇക്കാര്യത്തിലുള്ള ചുമതലകൾ നൽകിക്കൊണ്ടുള്ള നിയന്ത്രണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റത്തൂർ ഇപ്പോൾ ഈ TN ചന്ദ്രന് ചുമതലയുണ്ട്, DCC സെക്രട്ടറിയാണ്, ചുമതലയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനേക്കാൾ വലിയ തോതിൽ ഈ DCCയെ ലംഘിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന UDF സംവിധാനം പാടെ തകർന്ന് തരിപ്പണമായ ഒരു സ്ഥലമാണ്. അവിടെ വിജയിച്ചു, അവിടെ ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തു. തൃശ്ശൂരിൽ ഇപ്പോൾ കോർപ്പറേഷൻ ഉൾപ്പെടെ അവർക്ക് ലഭിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ സംഘടനാ സംവിധാനം കൊണ്ടുണ്ടായ നേട്ടമല്ല അത്. ഇവർക്കിടയിലുള്ള ഈ തൊഴുത്തിൽ കുത്ത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ജനങ്ങളുടെ ഒരു തീരുമാനമെന്ന നിലയിൽ അവർ BJP അകറ്റി നിർത്തുക എന്നതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ പരം ഇവർക്കൊന്നും അഭിമാനിക്കാനില്ല. ഈ സംഘടനാ സംവിധാനം റീഓർഗനൈസ് ചെയ്ത് വളരെ കർശനമായ നടപടി കോൺഗ്രസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. മറ്റത്തൂർ ഇപ്പോൾ അവരെ പിടിച്ചുപിടി അവരെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെയും അതുപോലെ നടപടി ഉണ്ടായിട്ടുണ്ട്, പിന്നെ ചൊവ്വന്നൂരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ കർശനമായ നടപടി എടുക്കുകയും അവരെ സംഘടനാപരമായി റീഓർഗനൈസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇത് ആവർത്തിച്ചേക്കാം എന്നുള്ളതാണ് സ്ഥിതി. പക്ഷേ LDFൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ടായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. 50 ലക്ഷമൊക്കെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് ഓഫർ ചെയ്യുക, അതും ഇത്രയധികം ബ്ലോക്കുകൾ ഉള്ള ഒരു മുന്നണിയെ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ എല്ലാം അന്വേഷണത്തിലൂടെ തെളിയേണ്ടതാണ്. നിഷാദ്, എങ്ങനെയായിരിക്കും ആ അന്വേഷണത്തിൽ അത് തെളിയോ? എവിടെ വീഴ്ച, ആർക്ക് UDFന് പാളിയിട്ടുണ്ടോ? അന്വേഷണം എന്നൊക്കെ പറഞ്ഞാൽ വിജിലൻസ് അന്വേഷിക്കേണ്ടത് വിജിലൻസുകാരുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. ഇപ്പം എന്തായാലും എന്തോ ഒരു പരിപാടി അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത് നമ്മൾ ഉറപ്പിച്ച് പറയാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഫോൺ റെക്കോർഡ് നമ്മൾ കേട്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് 50 ലക്ഷം രൂപ കിട്ടിയാൽ ലൈഫ് സെറ്റാവും, പിന്നെ രാഷ്ട്രീയം തന്നെയും ഉപേക്ഷിക്കാം, അതുകൊണ്ട് നാളെ കണ്ടോ, നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഈ 50 ലക്ഷം മേടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി കുത്താൻ പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ കേട്ടു. അതിനുശേഷം അദ്ദേഹം പോയി മാറ്റിക്കുത്തി, ഭരണസമിതി വന്നു, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം CPMകാരായി. അതിനുശേഷം അദ്ദേഹം രാജിവെച്ചു. ഇനിയിപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. രാജിവെച്ചു എന്ന് വെച്ചാൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ തിരക്കഥയിൽ പെട്ടെന്ന് വായിക്കാൻ കഴിയുന്ന ഒന്ന്, അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറഞ്ഞാൽ 50 ലക്ഷവും വാങ്ങിച്ച് രാഷ്ട്രീയം ഉപേക്ഷിച്ച് രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. ഇനി ബൈ ഇലക്ഷൻ നടത്തി ആരാണ് ജയിച്ചോട്ടെ? ആർക്ക് കിട്ടി? ഭരണസമിതി ലെഫ്റ്റിന് കിട്ടി. ലെഫ്റ്റ് എന്ന് വെച്ചാൽ അവിടെ പ്രസിഡൻ്റായാൽ CPIMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അവിടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ വലിയ നേതാവൊക്കെ ആയിട്ടുള്ള ആളാണ് നഫീസ. AC മൊയ്തീൻ്റെ സ്ഥലമാണ് വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒന്നും തോറ്റു കൊടുക്കാൻ CPMന് പറ്റില്ല. അവിടെ പഞ്ചായത്ത് ഭരണം, ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം ഇല്ല എന്ന് പറയുന്നത് അവർക്കൊരു അപമാനകരമാണ്. സോ അത് നിലനിർത്താൻ അവർ ചിലപ്പോൾ 15 വർഷമായി നിലനിർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണ്. ചിലപ്പോൾ അവർ ഒരു കളി കളിച്ചിട്ടുണ്ടാവും. അതിപ്പോൾ 50 ലക്ഷം കൊടുത്തോ 10 ലക്ഷം കൊടുത്തോ വേറെന്തെങ്കിലും തരത്തിലുള്ള പ്രലോഭനമാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭയപ്പാടാണോ, ത്രെട്ടണിങ് ആണോ, എനിക്കറിയില്ല. ബട്ട് സംതിങ്, എന്തോ ഒരു സംഗതി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത ഒരു ലീഗ് സ്വതന്ത്രൻ അപ്പുറത്ത് പോയിട്ട് CPMന് വോട്ട് ചെയ്തിട്ട് രാജിവെച്ച് രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ ആ നിലയ്ക്ക് പ്രചോദിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു പണി അതിനകത്ത് നടന്നിട്ടുണ്ട്. അതിനകത്ത് പിന്നിൽ പ്രവർത്തിച്ചത് ലെഫ്റ്റാണെന്ന് തന്നെ സ്വാഭാവികമായും വിചാരിക്കണം. കാരണം അതിൻ്റെ ബെനിഫിഷ്യറി നേരത്തെ സാറ് പറഞ്ഞ പോലെ അവരാണ് ബെനിഫിഷ്യറിയാണല്ലോ. അതിൻ്റെ ഗുണം ആർക്കാണ് കിട്ടിയെന്ന് നോക്കി അങ്ങനെ കാണണം. അതിൽ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് UDF ഇങ്ങനെ ഈ ദുരന്തം ഉണ്ടാകുന്നത്? കാരണം നിങ്ങളുടെ താഴെ തട്ടിലെ നിങ്ങളുടെ പ്രവർത്തകർ, നേതാക്കൾ എന്നിവർ നിങ്ങളുടെ രാഷ്ട്രീയ ആശയത്തെ ഉറച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരല്ലേ?
ഒരു വലിയ പോരാട്ടം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്നതിൻ്റെ ഭാഗമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് 7-7 പിടിച്ചിട്ട് അവസാനം ലെഫ്റ്റ് ഭരിച്ചോട്ടെ എന്ന് ഒരു മുസ്ലിം ലീഗ് സ്വതന്ത്രൻ തീരുമാനിക്കുകയാണ്. ഇവിടെ മുസ്ലിം ലീഗുകാർ നിങ്ങൾ ഫേസ്ബുക്കിൽ പോയി നോക്ക്, സർക്കാരിനെ വീഴ്ത്താൻ, പിണറായി വിജയനെ വീഴ്ത്താൻ വലിയ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഒരു ലീഗ് സ്വതന്ത്രൻ എന്ത് ചെയ്യുന്നത്? പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പാർട്ടി തന്നെ അധികാരത്തിൽ ഇരുന്നോട്ടെ എന്ന് തീരുമാനിച്ച് പിന്തുണ മറിച്ചു കൊടുക്കുന്നത്. എവിടെയാണ് ഇവരുടെ രാഷ്ട്രീയ ഉറപ്പ് എന്ന് പറയുന്ന സംഗതി? മറ്റത്തൂരിലെ കോൺഗ്രസ്സുകാർ എന്താ ചെയ്തത്? BJP-യുമായിട്ട് ചേർന്നിട്ടായാലും CPM-നെ മാറ്റി നിർത്തണം എന്ന് തീരുമാനമെടുക്കുകയാണ്. അവിടെ 2 താല്പര്യക്കാരാണുള്ളത്, ഒന്ന് BJP, ഒന്ന് കോൺഗ്രസ്. 2 പേർക്കും CPM-നെ മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഒരുമിക്കാമെന്ന് തീരുമാനിക്കുകയാണ്, ആരോടും ചോദിക്കാതെ. രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പാവം പിടിച്ച മനുഷ്യൻ വെച്ച് നടന്നു ചെല്ലുകയാണ്. അപ്പോൾ ഇവിടെ BJP-യോട് കൂട്ടുകൂടിയിട്ടായാലും വേണ്ടില്ല, CPM-നെ തോൽപ്പിക്കണം. എന്താ പ്രശ്നം അറിയാവും? പിണറായി വിജയനെ അങ്ങോട്ട് തോൽപ്പിക്കണം. അതിനാരെയും കൂട്ടുകൂടാമെന്ന് വിചാരിക്കുന്ന ലോക്കൽ നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ടാവുകയാണ്. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ തന്നെ രംഗത്ത് വരുന്ന വേറെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാവുകയാണ്. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം രാഷ്ട്രീയമായ ഉറപ്പില്ലായ്മ എന്ന് പറയുന്നത് താഴെത്തട്ടിലെ UDF-കാരുടെ പ്രശ്നമാണ്. ഓഫ് കോഴ്സ് ഒരു കാര്യം കാണണം, എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശേഷവും ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ, അട്ടിമറികൾ, എന്താ പറയുന്നത്, കൗതുകം ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ എല്ലായിടത്തും നടക്കും. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭാ ഇലക്ഷന് മുമ്പുള്ള ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ്. CPIM-നെ പോലൊരു പാർട്ടിക്ക് ഇനി അധികാരത്തിൻ്റെ ഇടങ്ങൾ ബാക്കിയുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് 2 തവണ അധികാരത്തിന് പുറത്തിരുന്ന ഒരു പാർട്ടിക്ക് തിരിച്ചുവരവിൻ്റെ സാധ്യതയുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതിലേക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനാണ് ഇനി വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനൽ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു മത്സരത്തിൽ ഈ വക ചീള് കളിക്കുകയാണ് പ്രത്യേകിച്ച് UDF-കാർ. അതുകൊണ്ട് അവർ പാർട്ടി നേതൃത്വം മനസ്സിലാക്കേണ്ടത് താഴെത്തട്ടുള്ള മനുഷ്യന്മാർക്ക് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഗ്രിപ്പും രാഷ്ട്രീയമായ ഉറപ്പൊന്നുമില്ല. അവരെന്ത് ചീഞ്ഞ കളിക്കുന്നതായിട്ടുള്ള ആൾക്കാരാണ് എന്ന നിലയ്ക്കുള്ള അപകടം മനസ്സിലാക്കാനും ഇടപെടാനും കഴിയേണ്ടതുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന്. ലീഗ് പോലും ആലോചിക്കേണ്ട ഒന്നാണ്. ഇപ്പോൾ എന്താണ്, CPM പർച്ചേസ് ചെയ്തു, അവിടെയും അല്ലെങ്കിൽ CPM പിടിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റാത്തതെന്നൊക്കെ ഉള്ള ഇരവാദം മുഴക്കാണ്. അത് മാത്രമൊന്നുമല്ല, എന്തുകൊണ്ട് ഉറപ്പിച്ച് നിങ്ങളുടെ കൂടെ ആൾ നിൽക്കുന്നില്ല എന്ന് പറയാനുള്ള ബാധ്യത ഈ ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ട്. മറ്റത്തൂരിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മറ്റത്തൂരിൽ BJP-യുടെ കൂടെ ചേരാൻ അവിടുത്തെ കൗൺസിലർമാർ ഒന്നടങ്കം തീരുമാനിക്കുന്നു. അതിനവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോകുന്നു. ചെറിയ കാര്യമല്ല അത്. എന്നിട്ട് BJP, കാരണം എന്താണ്, BJP-ക്ക് ഇവരെ പിന്തുണയ്ക്കാൻ പറ്റില്ല, ഇവർ കോൺഗ്രസ്സാണ്. BJP-കാരാണ്, നിങ്ങൾ ഇങ്ങോട്ട് രാജിവെച്ച് വരികയാണെങ്കിൽ നിങ്ങളെ പിന്തുണയ്ക്കാം. BJP-കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ 4 BJP-കാർ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ 8 കോൺഗ്രസ്സുകാരെ അങ്ങോട്ട് രാജിവെക്കുകയാണ്. എന്നിട്ട് കോൺഗ്രസ് പറയുന്ന വർത്തമാനം എന്ന് പറയുന്നത് വേറെ എന്താണ്? സോ അതുകൊണ്ട് ഇതിന് അക്കൗണ്ടബിളാണ്. അക്കൗണ്ടബിൾ എന്ന് വെച്ചാൽ CPM-ഉം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, വിജിലൻസ് എൻക്വയറി നടക്കട്ടെ. അതുപോലെ തന്നെ കോൺഗ്രസും ലീഗും ഒക്കെ ഈ നടക്കുന്ന കൂറുമാറ്റങ്ങൾക്ക് അവരുടെ നേതൃത്വം അക്കൗണ്ടബിൾ ആണെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല.